വിഷു കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ്. ഇതിനു പിന്നിൽ ഐതിഹ്യവും പ്രത്യേക ആചാരങ്ങളുമുണ്ട്. വിഷുവിൻ്റെ ഐതിഹ്യം: വിഷു എന്നത് സമവാക്യം അല്ലെങ്കിൽ സമദിനം എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ വിഷുവം എന്നതിൽ നിന്നാണ് വന്നത്. ഈ ദിവസം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നതായി കരുതപ്പെടുന്നു. ഇത് മലയാളികൾക്ക് പുതുവർഷാരംഭമായി കണക്കാക്കപ്പെടുന്നു. ഒരു പ്രധാന ഐതിഹ്യം പ്രകാരം അസുരനായ നരകാസുരനെ നശിപ്പിച്ച ശേഷം ലോകത്തിൽ സമാധാനവും സമത്വവും സ്ഥാപിതമായ ദിനമാണ് വിഷു എന്ന് വിശ്വസിക്കുന്നു. ചിലർ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനത്തിൻ്റെ സ്മരണയായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്ന്. മറ്റൊരു വിശ്വാസം പ്രകാരം ഈ ദിവസത്തിൽ കാണുന്ന ആദ്യ ദൃശ്യം വിഷുക്കണി ആ വർഷത്തെ ഭാഗ്യവും സമൃദ്ധിയും നിർണയിക്കും എന്നാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് വിഷുക്കണി. ഇത് വിഷുദിനത്തിലെ പുലർച്ചെ കാണേണ്ട ആദ്യ കാഴ്ചയാണ്. ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ: കണിക്കൊന്ന പൂവ്, അരി അല്ലെങ്കിൽ ധാന്യം, നാണയങ്ങൾ, വെള്ളരിപ്പഴങ്ങൾ, മാങ്ങ, വാഴപ്പഴം മുതലായവ, ഉരുളി അല്ലെങ്കിൽ പാത്രം, കണ്ണാടി, നിലവിളക്ക്. കൃഷ്ണവിഗ്രഹം ഒരുക്കുന്ന വിധം: ഒരു ഉരുളി അല്ലെങ്കിൽ പാത്രത്തിൽ അരി നിറയ്ക്കുക. അതിൻ്റെ മുകളിൽ പഴങ്ങൾ, വെള്ളരി, നാണയങ്ങൾ എന്നിവ സുന്ദരമായി നിരത്തുക. കണിക്കൊന്ന പൂവ് അലങ്കാരമായി ഇടുക. പാത്രത്തിന് സമീപം ഒരു കണ്ണാടി വയ്ക്കുക, സ്വയം കാണാൻ. കൃഷ്ണൻ്റെ വിഗ്രഹം സ്ഥാപിക്കുക. നിലവിളക്ക് തെളിയിക്കുക. ഇതെല്ലാം പൂജാമുറിയിലോ ശുചിയായ സ്ഥലത്തോ രാത്രി തന്നെ ഒരുക്കി വയ്ക്കുക. പുലർച്ചെ കണ്ണു തുറക്കുന്നതിന് മുൻപ് കുടുംബത്തിലെ മൂത്തവരൊരാൾ എല്ലാവരെയും വിഷുക്കണി കാണാൻ കൊണ്ടുപോകും. കണ്ണു തുറന്നപ്പോൾ ആദ്യം കാണുന്നത് വിഷുക്കണിയായിരിക്കണം. വിഷു സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ്. വിഷുക്കണി വഴി പുതിയ വർഷം നല്ലതാവട്ടെ എന്ന ആശംസയും വിശ്വാസവും പ്രകടമാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ.